ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്പിൻ്റെ റീസെൻ്റ് വന്ന അപ്ഡേറ്റിനകത്ത് നമുക്കൊരു ഡെലിവറി എടുത്തൊരു ഓർഡർ എങ്ങനെ അത് ഇൻട്രാഡേയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ്. അതായത് ഇൻട്രാഡേ ആയിട്ട് തന്നെ നമ്മൾ ഡെലിവറി എടുത്തു വന്ന് തന്നെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇൻട്രാഡേ ആയിട്ട് കൺവേർട്ട് ചെയ്ത് പ്രൊഫൈൽ ബുക്ക് ചെയ്തതാണ്. ഓക്കെ, ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അപ്സ്ട്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും, ഇതെൻ്റെ ഓർഡർ ബുക്കാണ് കാണുന്നത്. ഞാനൊരു ബൈ ഓർഡർ ഡെലിവറി ആയിട്ട് ഒരു 40 പീസ് ഓലയുടെ എൻട്രി എടുത്തിരുന്നു. എടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 190 സംതിങ് ആണ്. ഇപ്പോൾ അത് പ്രൈസ് കൂടി 128.87 ആയി. ഡെലിവറി ഓർഡറാണ്. ഇത് നമുക്ക് എങ്ങനെ ഇൻട്രാഡേയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് ഓർഡർ കാണിച്ചു തരാം. ഇവിടെ ഓർഡർ ബുക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓർഡർ ബുക്കിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ് എൻ്റെ ഓർഡർ ബുക്ക്. നിങ്ങൾക്ക് ഓർഡർ കാണാൻ 118.95 ആണ് ഞാൻ എൻട്രി എടുത്ത പോയിൻ്റ്. അതിൻ്റെ ലാസ്റ്റ് റേറ്റ് പ്രൈസ് ഇപ്പോൾ 128 ഏകദേശം 10 റുപ്പീസോളം കൂടിയിട്ടുണ്ട് ഓർഡർ എടുത്തേക്കാരും. അപ്പോൾ ഞാൻ എങ്ങനെ ഇൻട്രാഡേ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. പൊസിഷനിലേക്ക് തന്നെ പോവാണ്. അത് ഞാൻ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് ഇപ്പോഴത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 196. അപ്പോൾ ഇൻട്രാഡേ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 ബ്രോക്കറേജും ബാക്കി എല്ലാ ചാർജും കൂടി ഏകദേശം ഒരു 300 റുപ്പീസോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എക്സിറ്റ് അറ്റ് മാർക്കറ്റ് ഡയറക്റ്റ്ലി ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ എത്രയാണോ മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് ആ പ്രൈസിൽ എക്സിറ്റ് ആവും. അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡർ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ആദ്യം ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുവാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ കൺവേർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എക്സിറ്റ് ഡയറക്റ്റ്ലി ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ട് ഓപ്ഷൻ ഇപ്പോൾ ഒരേ രീതിയിലാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ കൺവേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്വാണ്ടിറ്റി എത്രയാണെന്നുണ്ട്. നമുക്ക് മാർജിനിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രാഡേയിലേക്ക് കൺവേർട്ട് ചെയ്യാം. മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നായിരിക്കുന്നു. നമുക്ക് ബാക്കി പൈസ ബ്രോക്കർ വരും. ഒരു ഇൻട്രാഡേക്ക് കൊടുക്കുന്ന കോസ്റ്റ് തന്നെ നമ്മൾ മുടക്കിയാൽ മതി. ബാക്കി പ്രൈസ് ബ്രോക്കർ തരും. നമ്മൾ പക്ഷേ ഇൻട്രസ്റ്റ് ചെയ്യണം. ഇൻട്രാഡേയിലേക്ക് ഇൻട്രാഡേ എന്നുള്ള സെലക്ട് ചെയ്യുക. ഈ താഴെ കൺവേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡെലിവറി ഓർഡർ കടന്നത് നേരെ ഇൻട്രാഡേ ആയിട്ട് കൺവേർട്ട് ആവും. ഇനി ഇതേ പ്രോസസ്സ് തന്നെയാണ് ശരിക്കും ഇന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ട് ഇത് ഇവിടെ ക്യാൻസൽ ചെയ്യണേ. നമ്മൾ ഈ എക്സിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താണ് സംഭവിക്കുന്നത്. കാരണം ഓർഡർ എടുത്താണ് ഇന്ന് തന്നെയാണല്ലോ. ഞാനിപ്പോൾ എക്സിറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ എത്രയാണോ മാർക്കറ്റ് പ്രൈസ് കൊടുത്തേക്കുന്നത് അന്നേരം ആ പ്രൈസിന് ഇൻട്രാഡേ ആയിട്ട് എക്സിറ്റ് ആവണം. നമ്മൾ പ്രൈസ് എടുത്ത് നോക്കാം. 129.50 നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ നിൽക്കാം. ഞാനിവിടെ ഈ താഴെയുള്ള ലിമിറ്റ് അത് മാർക്കറ്റ് ഓർഡർ എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ മാർക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ലിമിറ്റിലൊക്കെ ചെയ്യാം. ഞാനിവിടെ എക്സിറ്റ് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഈ ഓർഡർ ബുക്കിൻ്റെ അകത്ത് ഓർഡർ പ്ലേസ് ചെയ്തു. മെസ്സേജ് വന്നില്ല, ഓർഡർ പ്ലേസ് ചെയ്തു. പക്ഷേ അത് എക്സിക്യൂട്ട് ആയിട്ടില്ല. കാരണം ലിമിറ്റ് പ്രൈസ് എക്സിക്യൂട്ട് ആവാത്തതുകൊണ്ട് നമുക്ക് ഈ പെൻഡിങ് ഓർഡറിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സിക്യൂട്ട് ഓർഡേഴ്സിനകത്ത് കിടക്കുന്നത് ഞാൻ സ്വിച്ച് ചെയ്യാണ്. പെൻഡിങ് ഓർഡേഴ്സിൽ നിങ്ങൾക്കാണ് ഇവിടെ പുതിയൊരു ഓർഡർ വന്ന് കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ സെല്ല് തന്നെ ഡെലിവറിയിൽ ആണ് സെല്ല് ചെയ്യുന്നത്. അതിൻ്റെ പ്രൈസ് വെച്ചാണ് 129.50. അതായത് 129.50 എന്ന പ്രൈസ് എത്തുമ്പോൾ ഈ ഓർഡർ ഡെലിവറി തന്നെ ഇന്ന് തന്നെ എക്സിറ്റ് ആവും. അപ്പോൾ ഐഡിയയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഡിനൊരു ബ്രോക്കർ ഒരു ഇൻട്രാഡേ ഓർഡർ ആയിട്ട് തന്നെ കൗണ്ട് ചെയ്തിട്ട് അവിടെ അങ്ങ് എക്സിറ്റ് ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പറഞ്ഞ പ്രോസസ്സ് ക്ലിയർ ആയി വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡെലിവറി എടുത്തു. അപ്പോൾ നാളെ നമ്മൾ ഈ കാര്യം ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല. കാരണം നാളെ ആകുമ്പോൾ പിന്നെ നമുക്കൊരു ഡെലിവറി നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നില്ല എന്ന് വരും ആ സ്റ്റോക്ക്. അപ്പോൾ പിന്നെ അത് എക്സിറ്റ് ആയില്ല എന്ന് വരും. ഇത് ഇന്ന് തന്നെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ എത്രയാണ് ക്വാണ്ടിറ്റി നമ്മൾ ഇന്ന് മേടിച്ചത് അത് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതേരം സംഭവിക്കുന്ന ഡെലിവറി തന്നെ എക്സിറ്റ് ഇന്ന് തന്നെ സെല്ല് ചെയ്യുമ്പോൾ അതൊരു ഇൻട്രാഡേ ആയിട്ടാണ് കൗണ്ട് ചെയ്യണേ. പിന്നെ ഞാൻ മറ്റേ കാണിച്ച പ്രോസസ്സ് ഡയറക്റ്റ്ലി നമുക്ക് ഇൻട്രാഡേ ആയിട്ട് തന്നെ ചെയ്യാം. ഇതിപ്പോൾ കയറി എക്സിക്യൂട്ട് ആവുമായിരിക്കും. നമുക്ക് ഒരു വെയിറ്റ് ചെയ്താൽ മതിയായിരിക്കും. തിരിച്ച് റിട്ടേൺ കയറി 129.50 വരുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് അവറിലേക്ക് എക്സിറ്റ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് അവിടെ പൊസിഷനിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ പ്രോഫിറ്റ് ഏകദേശം 300 500 ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അത് വീണ്ടും താഴേക്ക് പോയി. നമുക്ക് എക്സിറ്റ് മാർക്കറ്റ് എന്നുള്ള അടിക്കുവാണെങ്കിൽ എത്രയാണോ മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് നമുക്ക് അതിൻ്റെ ഞെക്കി വെക്കാം നിങ്ങൾക്ക് മനസ്സിലാവും. ആ പ്രൈസിൽ എക്സിറ്റ് മാർക്കറ്റ് അടിച്ചു. അപ്പോൾ കാണിച്ചേക്കുവാണ് എക്സിറ്റ് 40 ഷെയർസ് ഓഫ് ഓല മാർക്കറ്റ് പ്രൈസ് 128.50. ഞാനിപ്പോൾ ഇത് കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ എക്സിറ്റ് ആവുകയും ചെയ്യും. എത്രയാണോ എൻ്റെ ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് മൈനസ് ഒരു ഇൻട്രാഡേ ട്രേഡിൻ്റെ ബ്രോക്കറേജ് STD ചാർജസ് എല്ലാം കുറച്ച്, അതായത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 60-70 റുപ്പീസോളം വരും. അപ്പോൾ ഏകദേശം ഒരു 300 റുപ്പീസ്
പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ആ എമൗണ്ടും കൂടി ആയിട്ട് കയ്യിലേക്ക് വരും. ഇത് 1 മിനിറ്റിന് ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണേ മിക്കവാറും ഇത് ഞാൻ ആ ഇട്ട പ്രൈസ് തന്നെ 129 കയറിയിരുന്നു. കാരണം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല 132 വരെ മുകളിലേക്ക് കയറിയിരുന്നു. ഓർഡേഴ്സിൽ തന്നെ പോവുക, പൊസിഷനിൽ പോവുക, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, ചാർട്ട് എടുത്ത് നോക്കാം ഡയറക്റ്റ്ലി. ഞാനിവിടെ ചാർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണ്. ചാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വരെ കയറിയിരുന്നു ഓൾറെഡി, അതായത് 132 വരെ. പിന്നെ താന്നു വന്നു, പിന്നെ ശേഷം അറ്റ്ലീസ്റ്റ് ഈ ഒരു പോയിന്റ് വരെയും വീണ്ടും ഇത് റിഫ്ലക്ഷൻ അടിച്ച് കയറുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം നല്ല രീതിയിലുള്ളൊരു ബൈ പ്രഷർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോസസ്സ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ബൈ പ്രഷർ ആണെങ്കിൽ സ്റ്റോക്ക് ഡീറ്റെയിൽസ് പോവാം. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബൈ പ്രഷർ നിൽക്കുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 40% ആവറേജ് നിൽക്കുന്നുണ്ട്, നമ്മൾ നോക്കി കാണാൻ സാധിക്കും. അപ്പോൾ വീണ്ടും മുകളിലേക്ക് റിഫ്രഷ് അടിച്ച് ആ ഫിഗർ കയറുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോസസ് ക്ലിയർ ആയിരുന്നെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ പോയിട്ട് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഒന്ന് ഫുള്ളാവാൻ വേണ്ടി ഒന്ന് എക്സിറ്റ് ചെയ്താണ് കാണിച്ചത്. അതിന് എക്സിറ്റഡ് മാർക്കറ്റ് പ്രൈസിൽ മാക്സ് ഞാൻ ഇപ്പോൾ എത്ര മിനിറ്റായി? കുറേ നേരമായി. ഓക്കെ, മാക്സ് 1 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇത് തിരിച്ച് ആ ഫിഗർ അടിച്ചില്ലെങ്കിൽ, അതായത് ഞാൻ പ്ലേസ് ചെയ്തേക്കുന്ന പെൻഡിങ് ഓർഡറിൻ്റെ ഈ ഫിഗർ അടിച്ചില്ലെങ്കിൽ ഞാൻ എത്രയാണ് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത്, ആ മാർക്കറ്റ് പ്രൈസിൽ ഇത് എക്സിറ്റ് ചെയ്ത് എങ്ങനെയാണ് ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് കാണിക്കുന്നതാണ്. നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് പെൻഡിങ് ഓർഡറിലത്താണ്. അത് എക്സിക്യൂട്ട് ചെയ്ത് മാത്രമാണ് എക്സിക്യൂട്ടിനകത്ത് വരുള്ളൂ. നമ്മളിപ്പോൾ എങ്ങനെ ക്യാൻസൽ ചെയ്താൽ ക്യാൻസലിലേക്ക് പോയി കിടക്കും. ഇനി ബ്രോക്കറായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റിജക്റ്റഡ് എന്ന് പറഞ്ഞതിലേക്ക് വരും. അപ്പോൾ അത്യാവശ്യം മുകളിലേക്ക് വീണ്ടും കയറി വരുന്നുണ്ട്. നമുക്കൊന്നും വെയിറ്റ് ചെയ്യാം. ഇത് എക്സിക്യൂട്ടീവ് രാവിലെ ഞാൻ പ്ലേസ് ചെയ്ത് 40 ക്വാണ്ടിറ്റി ഡെലിവറി ഓർഡർ ആയിട്ടാണ് പ്ലേസ് ചെയ്തത്. അതാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ ഈ പെൻഡിങ്ങിൻ്റെ അകത്ത് കിടക്കുന്നത് നമ്മളിപ്പോൾ ചെയ്ത ലിമിറ്റ് പ്രൈസ് ആയിട്ട് 129.50 എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഓർഡറാണ്. അത് പൊസിഷൻ്റെ അകത്ത് ആണ് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ലോസ് കാണാൻ സാധിക്കുന്നത്. ഞാനതൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണ്. പൊസിഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള പ്രോഫിറ്റ് ലോസും കാണാൻ സാധിക്കും. ഏകദേശം 400 ആയിട്ടുണ്ട്. വീണ്ടും മുകളിലേക്ക് നല്ല രീതിയിൽ കയറുന്നുണ്ട്. ഓക്കെ, കയറി വരുന്നുണ്ട്. 29 ആയി. ഓക്കെ, എൻ്റെ പൊസിഷൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ എക്സിക്യൂട്ട് ആയിട്ട് നമ്മുടെ ഓർഡർ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കിയതാണെങ്കിൽ ഇവിടെ നമ്മുടെ ആ പ്രോഫിറ്റ് മാറി മുകളിലേക്ക് നല്ല രീതിയിൽ കയറുന്നുണ്ട്. നമുക്കൊരു 422 റുപ്പീസ്, അതായത് ഏകദേശം ഒരു ബ്രോക്കറേജ് എല്ലാം കുറച്ച് ഒരു 370 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നോക്കാം. ഓർഡർ ബുക്കിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോൾ ഓർഡർ ബുക്കിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പെൻഡിങ്ങിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നും കാണുന്നില്ല, എല്ലാം ബ്ലാങ്കായി. എക്സിക്യൂട്ടിൻ്റെ അകത്ത് ഇപ്പോൾ 2 ഓർഡർ കിടക്കുന്നുണ്ടാവും. നമ്മുടെ രാവിലെ പ്ലേസ് ചെയ്ത ഓർഡർ ഇപ്പം രാവിലെ പ്ലേസ് ചെയ്ത ഓർഡർ ഇതാണ്, ഇപ്പോൾ പ്ലേസ് ചെയ്ത ഓർഡർ ഇതാണ്. 2 ഓർഡറും എക്സിക്യൂട്ടീവായിട്ട് കാണാൻ പറ്റും. 2 ഡെലിവറി തന്നെയാണ് എക്സിക്യൂട്ടീവ്. പക്ഷേ ബ്രോക്കർ കൗണ്ട് ചെയ്യുമ്പോൾ ഇത് ഇൻട്രാഡേ ആയിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അവിടെ ഇൻട്രാഡേയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും സംശയം ചോദിക്കാൻ പഠിക്കേണ്ട, അറിയാവുന്നവരാണ് ഞാൻ പറഞ്ഞുതരാം. വോയിസ് ഇട്ടാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സീ യു.